കെ.എസ്.ആർ.ടി.സിയുടെ വാഗമണിലേക്കുള്ള ബഡ്ജറ്റ് ടൂറിസം ഉല്ലാസയാത്രയ്ക്ക് മാർച്ച് 23 പങ്കെടുക്കുവാൻ സാധിച്ചു. ഇതിനുള്ള ടിക്കറ്റ് ചാർജ് നമുക്ക് ഓൺലൈനായി കെ.എസ്.ആർ.ടി.സിയിൽ നിന്ന് നൽകുന്ന QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. കെ.എസ്.ആർ.ടി.സിയിൽ നിന്ന് അറിയിച്ചതിന് ശേഷം കൃത്യസമയമായ പുലർച്ചെ 4:45 തന്നെ തൃശ്ശൂർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിലെത്തുകയും അവിടെ നിന്ന് കൃത്യം 5 മണിക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഈ യാത്രയ്ക്ക് കൂട്ടായി 38 പേർ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഇവരോടൊപ്പമുള്ള യാത്ര അതീവ രസകരമായിരുന്നു. കെ.എസ്.ആർ.ടി.സിയുടെ ഡ്രൈവർ ജോയും ടൂർ ഗൈഡ് പ്രബീഷും എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കാലത്ത് ഏകദേശം 8 മണിയോടെ തൊടുപുഴയിൽ എത്തുകയും അവിടെ നിന്ന് പ്രഭാതഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര ആരംഭിക്കുകയും ഏകദേശം 10:15 വാഗമണിൽ എത്തുകയും ചെയ്തു. വാഗമണിൽ കെ.എസ്.ആർ.ടി.സി അറേഞ്ച് ചെയ്ത 5 ജീപ്പുകളിൽ ട്രക്കിങ്ങിനായി പുറപ്പെട്ടു. ട്രക്കിംഗ് എന്നാൽ ഏകദേശം 3 മണിക്കൂർ നീളുന്ന ഒരു കാനന യാത്രയാണ്. ഇത് അതീവ രസകരമാണ്. ആദ്യത്തെ വ്യൂ പോയിൻ്റായ കോടിമാതയിൽ ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ ചിലവഴിക്കുകയും അവിടുത്തെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുകയും ചെയ്തു. അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച് അടുത്ത വ്യൂ പോയിൻ്റായ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ പ്രകൃതി മനോഹാരിത അരമണിക്കൂർ ആസ്വദിച്ചതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനായ വെള്ളച്ചാട്ടവും ഇടുക്കി ഡാമിൻ്റെ ടണലും കാണുകയും ചെയ്തു. അവിടെ ഏകദേശം 3/4 മണിക്കൂർ ചിലവഴിച്ച് അടുത്ത വ്യൂ പോയിൻ്റായ സൂയിസൈഡ് പോയിൻറ്റിലെ പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച് തിരികെ ബസ് പാർക്കിങ്ങിൽ എത്തി. ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര പുറപ്പെട്ടു. അടുത്ത ഡെസ്റ്റിനേഷനായ ഫ്ലവർ ഗാർഡനും ഗ്ലാസ് ബ്രിഡ്ജും വ്യൂ പോയിൻറ്റും സന്ദർശിച്ചു. ഫ്ലവർ ഗാർഡനിലുള്ള വ്യൂ പോയിൻ്റ് ഒരു സ്റ്റീൽ സ്ട്രക്ചറാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ അതീവ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതിനുശേഷം ഫ്ലവർ ഗാർഡനിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുവാൻ അവസരം ലഭിച്ചു. ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിക്കുന്നതിന് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇത് ഏകദേശം 20 പേരെയാണ് ഒരു സമയത്ത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ അനുവദിക്കുകയുള്ളൂ. 5 മിനിറ്റ് മാത്രമേ സന്ദർശന സമയമുള്ളൂ. ഇവിടെ നിന്ന് പ്രകൃതിയിലെ അസുലഭമായ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം വീണ്ടും യാത്ര തിരിച്ച് പൈൻ ഫോറസ്റ്റിൽ എത്തി. പൈൻ ഫോറസ്റ്റ് അതീവ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച് മൊട്ടക്കുന്നിൽ എത്തുകയും അവിടെ ഏകദേശം 3/4 മണിക്കൂറുകളോളം പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചതിന് ശേഷം തിരികെ യാത്ര ആരംഭിക്കുകയും ഏകദേശം 10:15 തൃശ്ശൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ യാത്ര ശുഭകരമായി അവസാനിക്കുകയും ചെയ്തു. ടൂർ ഗൈഡായ പ്രബിനോടും ഡ്രൈവർ ജോയിയുടെയും സഹായ സഹകരണങ്ങൾ വിലമതിക്കപ്പെടുന്നതാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിജയം നേടിയ 38 പേരോടൊപ്പമുള്ള ഈ യാത്ര അതീവ രസകരവും ഹൃദ്യവുമായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ യാത്ര ആസ്വദിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.